Lorentz series expansion, Lorentz series problems. First problem, expand f of z equal to z divided by z plus 1 into z plus 2 in Lorentz series about z equal to minus 2. About z equal to minus 2. z equal to minus 2 എന്ന് പറയുന്നതിനാണ് നമ്മളിപ്പോൾ എക്സ്പാൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. z equal to minus 2 എന്ന് പറയുന്നത് എന്ത് വരും? z plus 2 minus 2 റൈറ്റ് സൈഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ z plus 2. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന ടൈംസിലൊക്കെ ഡിനോമിനേറ്ററിലാണെങ്കിൽ z plus 2 മാത്രമേ വരാൻ പാടുള്ളൂ. ന്യൂമറേറ്റർ ആണെങ്കിൽ പവേഴ്സ് വരുന്നതൊക്കെ z plus 2ൻ്റെ പവേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ടേംസ് ഒക്കെ ഏത് ഫോമിലാവണം? z plus 2 ഫോമിലാണെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത് അറ്റ് എ പോയിന്റ് z equal to minus 2. അതിൻ്റെ നമുക്ക് റേഞ്ച് തന്നിട്ടുണ്ട് 0 ലെസ് ദാൻ മോഡ് z plus 2 ലെസ് ദാൻ 1. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് ഇവിടെ വലിയ പ്രോബ്ലം ഇല്ല, നമുക്ക് ഡയറക്റ്റ് സാധാരണ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡിൽ വേറെ വാല്യൂ വരുന്നെങ്കിൽ അവിടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, അത് അടുത്ത പ്രോബ്ലം വരുമ്പോൾ പറയാം അങ്ങനത്തെ നോൺ സീറോ വാല്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിൻ്റെ വാല്യൂ മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് മോഡ് z plus 2 ലെസ് ദാൻ 1 നമ്മൾ ഇത്ര മാത്രം കെയർ ചെയ്താൽ മതി. നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എല്ലാ ടൈംസും z plus 2 ഫോമിൽ വരണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് z ഡിവൈഡ് ബൈ z plus 1 into z plus 2 ഈക്വൽ ടു a ഡിവൈഡ് ബൈ z plus 1 പ്ലസ് b ഡിവൈഡ് ബൈ z plus 2 യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻസ്. a ഡിവൈഡ് ബൈ z plus 1 പ്ലസ് b ഡിവൈഡ് ബൈ z plus 2 നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ a ഇൻറ്റു z plus 2 പ്ലസ് b ഇൻറ്റു z plus 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ പ്രൊഡക്റ്റ് z plus 1 ഇൻറ്റു z plus 2. രണ്ടിലും ഡിനോമിനേറ്റേഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഡിനോമിനേറ്റേഴ്സ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് വരും? z ഈക്വൽ ടു a ഇൻറ്റു z plus 2 പ്ലസ് b ഇൻറ്റു z plus 1. ഇവിടെ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ സെഡിന് എന്ത് കൊടുത്താലാണ് 0 വരിക? ഫസ്റ്റിൽ സെഡിന് നമുക്ക് z plus 2 എന്നാണ് ബ്രാക്കറ്റ്. അപ്പോൾ സെഡിന് -2 കൊടുത്താലാണ് -2 + 2 0 വരിക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെഡിന് -2 കൊടുത്തു. സെഡിന് -2 കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നിരിക്കുന്ന ആ ഇക്വേഷനിൽ ടോട്ടലായിട്ട് സെഡിന് -2 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ബിയുടെ വാല്യൂ എന്ത് കിട്ടും? b ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതേപോലെ സെക്കൻഡ് ബ്രാക്കറ്റ് 0 ആവണമെങ്കിൽ നമുക്ക് എന്ത് വാല്യൂ കൊടുക്കണം? സെഡിന് കൊടുക്കേണ്ടത് -1 ആണ്. ആ -1 നിങ്ങൾ കൊടുത്ത് നോക്കുക. അപ്പോൾ സെഡിന് -1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് കേൾക്കുക മാത്രമല്ല, ഞാനവിടെ ഓരോ സ്റ്റെപ്പും പറയുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളത് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്താണ് കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ എക്ക് നിങ്ങൾക്ക് -1 കിട്ടും. നമ്മളെ ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. അതവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? z ഡിവൈഡഡ് ബൈ z plus 1 ഇൻറ്റു z plus 2 ഈക്വൽ ടു എയുടെ വാല്യൂ -1 ആണ്. ദാറ്റ് ഈസ് -1 ഡിവൈഡ് ബൈ z plus 1 പ്ലസ് 2 ഡിവൈഡ് ബൈ z plus 2. അത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ എക്സ്പാൻഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, നമുക്ക് ആ ലാസ്റ്റ് അവിടെ വന്നിരിക്കുന്നത് z plus 1. ഫസ്റ്റ് ടൈമിൻ്റെ ഡിനോമിനേറ്റർ z plus 1 വന്നിട്ടുള്ളൂ. സെക്കൻഡ് ടൈമിൻ്റെ ഡിനോമിനേറ്റർ z plus 2 തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരുന്നു ഓൾറെഡി z plus 2 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിരുന്നു. z plus 2 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് z plus 2 തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അവിടെ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല, അവിടെ മേക്കോവറൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. നിങ്ങൾക്ക് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ആ സൈഡ് ആ ഒരു ടൈം. പക്ഷെ ഫസ്റ്റ് ടൈം അവിടെ z plus 1 വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ z plus 2 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ +2 -2 ഡിനോമിനേറ്റർ 2 ആഡ് ചെയ്യുകയും ചെയ്യണം, 2 മൈനസ് ചെയ്യുകയും ചെയ്യണം. അതാണ് നമ്മളടുത്ത് ചെയ്യുന്നത്. അവിടെ ഡിനോമിനേറ്ററിൽ നിങ്ങൾ 2 ആഡ് ചെയ്യുകയും ചെയ്തു, 2 മൈനസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കതിന് സെക്കൻഡ് ടൈം ഒന്നും ചെയ്യേണ്ട, സെക്കൻഡ് ടൈം അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? -1 ഡിവൈഡ് ബൈ z plus 2 -1. z plus 2 വേണം, അതുകൊണ്ടാണ് നമ്മൾ ആ 2 ആഡ് ചെയ്തത്. അപ്പോൾ z plus 2 ഒരുമിച്ച് നിർത്തുക, ബാക്കിയുള്ള കോൺസ്റ്റൻസ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ -2ഉം +1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ -1 വരും. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് 1 പ്ലസ് ഓർ 1 മൈനസ് ഫോം ആക്കണം.
1 പ്ലസ് ഓർ 1 മൈനസ്. കോൺസ്റ്റൻ്റ് അവിടെ എന്താവണം? 1 ആവണം. 1 അല്ലാതെ വേറെ എന്ത് കോൺസ്റ്റൻ്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ കോൺസ്റ്റൻറ്റിനെ ഔട്ട്സൈഡിലേക്ക് എടുത്ത് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇവിടെ 1ന് പകരം -1 ആണ് കോൺസ്റ്റൻറ്റ്. z+2 എന്നുള്ളത് നമ്മുടെ ഒരു ഫംഗ്ഷനാണ്. ആ ബ്രാക്കറ്റ് നമ്മളത് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് -1 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ -1 ഔട്ട്സൈഡിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. -1 ഔട്ട്സൈഡിലേക്ക് എടുത്തു. -1 ഔട്ട്സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്കിവിടെ -1ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. -1ഉം ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ ന്യൂമറേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? 1 മൈനസ് z+2 ഓൾ റേസ് ടു -1. ഇത് 1 - x ഓൾ റേസ് ടു -1 എന്ന് പറഞ്ഞ ഫോർമുലയാണ്. 1 - x ഓൾ റേസ് ടു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + x + x² + x³ എക്സെട്ര. ആ എക്സിന് പകരം ഇവിടെ z+2 ആണ്. അപ്പോൾ 1 + z+2 + z+2 ഹോൾ സ്ക്വയർ + z+2 ഹോൾ ക്യൂബ് + എക്സെട്ര. പക്ഷെ ഇവിടെ ആൻസറിൽ എഴുതിക്കണം 1 + z+2 ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബാണ്. ഹോൾ സ്ക്വയർ എന്നല്ല സ്റ്റാർട്ടിങ്. z+2 ഹോൾ റേസ് ടു 1 ആണ് സെക്കൻഡ് ടൈം, സ്ക്വയർ സെക്കൻഡ് ടൈം, ക്യൂബ് തേർഡ് ടൈം, അങ്ങനെയാണ് വരിക. അപ്പോൾ ഒരു ടൈം അവിടെ മിസ് ചെയ്തിട്ടുണ്ട്. z+2ൻ്റെ ഒരു ടൈം അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ അതൊന്ന് നോക്കണം. ദെൻ സെക്കൻഡ് ടൈമിൽ അവിടെ മാറ്റൊന്നുമില്ല. ലാസ്റ്റ് ടൈം എന്തെന്നെ വരും? z+2 തന്നെ. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ ഈ ഫസ്റ്റ് ഇത്രയും ടൈംസ് നമ്മുടെ ടൈലർ പാർട്ടാണ്. കാരണം അതിൻ്റെ പവേഴ്സൊക്കെ പോസിറ്റീവാണ്. പ്രിൻസിപ്പൽ പാർട്ടിൽ വരുന്ന ഒരേ ഒരു ടൈമേ ഉള്ളൂ, 2/z+2. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? ആ സെക്കൻഡ് ടൈമിന് 2 × z+2 ഹോൾ റേസ് ടു -1. ആ ഡിനോമിനേറ്റർ ടൈം ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ 2 × z+2 ഹോൾ റേസ് ടു -1. ആ -1ൻ്റെ കോഷ്യൻ്റ് ആണ് അവിടെ 2 ആയിട്ട് വരുന്നത്. സോ 2 ആണ് ഇവിടുത്തെ റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റെസിഡ്യൂ നമ്മൾ പറഞ്ഞിട്ടില്ല, എന്നാലും ജസ്റ്റ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ റെസിഡ്യൂ എന്താണെന്നുള്ള ചോദിച്ചിട്ടൊന്നുമില്ല ക്വസ്റ്റ്യനിൽ. നമുക്ക് എക്സ്പാൻഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യം നോട്ട് എഴുതി വെക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കേൾക്കുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ അതൊന്നും വരയ്ക്കുന്നത് നോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ വരും. അപ്പോൾ നോട്ട് കയ്യിലുണ്ടാവണം, എന്നിട്ട് വേണം വീഡിയോ കേൾക്കാനായിട്ട്. ഓക്കെ.